അപർണ ബാലമുരളി, ആസിഫ് അലി, ഹന്ന റജി കോശി, അതിൻ്റെ കൂടെ തന്നെ സമ്പത്ത്, അങ്ങനെ ഒരു നിരവധി താരനിരയുള്ള ഒരു മൂവിയാണ് മിറേജ്. മിറേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സിനിമയുടെ സ്റ്റോറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ്. കാരണം നല്ല വില്ലന്മാരുണ്ടെങ്കിൽ ആ ഒരു ഇതുപോലുള്ള ത്രില്ലർ സിനിമകളൊക്കെ മെയിനായിട്ട് വർക്കൗട്ട് ആവും. പക്ഷേ ഇവിടെ വരുന്ന വില്ലൻ ആദ്യം തന്നെ സിനിമയിൽ ഒരു ചെറിയ വില്ലനെ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൽ ഒരു തോക്കുണ്ട്. ആദ്യം കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടെറർ ഫീൽ കിട്ടും. പിന്നെ അങ്ങോട്ട് ആ തോക്കും സൈലൻസറുമായിട്ട് ഒക്കെ ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ ഒരു ടെറർ ഫീൽ കിട്ടിയ അതേ ക്യാരക്ടർ പിന്നെ അങ്ങോട്ട് സിനിമയിൽ വരുമ്പോൾ നമുക്ക് ടെറർ പോയിട്ട് യാതൊരു ഫീലും കൊണ്ടുവരുന്നില്ല. കൂടുതലും ഒരു കോമഡി ഫീലാണ് ആ ഒരു തോക്കുമായിട്ട് ഇറങ്ങുമ്പോൾ. എൻ്റെ തോക്കുണ്ടേ ഞാൻ വെടിവെക്കും പേടിപ്പിക്കുന്ന കാർട്ടൂൺ സിനിമകളിലൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്ന പല നെഗറ്റീവ് ക്യാരക്ടേഴ്സും, അതുപോലത്തെ നെഗറ്റീവ് ക്യാരക്ടേഴ്സൊന്നും സിനിമയിൽ കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. ബ്രില്യൻ്റ് ആയിട്ട് വരേണ്ട ക്യാരക്ടേഴ്സൊന്നും ആ ഒരു ലെവൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള കോൺവെർസേഷൻസും സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളത് സിനിമയുടെ വേറൊരു നെഗറ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമ നേരിടുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഒരു ക്ലൈമാക്സിൽ വരുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റായിരുന്നു. ചതപത ട്വിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ട്വിസ്റ്റിന് വേണ്ടി സിനിമ എടുത്ത ഫീലാണ്. ആ ഒരു ലെവലിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് സിനിമയിൽ വരുന്നത്. ഒരു ബ്രില്യൻ ക്യാരക്ടേഴ്സൊക്കെ സിനിമയിൽ കുറവാണ്. അത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. പെർഫോമൻസ് വൈസ് ഈ ഒരു സിനിമ അത്യാവശ്യം ഓക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റും ഒരു പാലത്തിൻ്റെ അടിയിലൊക്കെ ഉള്ള ഒരു സീക്വൻസിൽ സിനിമാറ്റോഗ്രഫിയൊക്കെ എടുത്തു പറയേണ്ട